ഒരു നേർത്ത രേഖ. അതാണ് ജീവനെയും മരണത്തെയും പരസ്പരം ഇഴചേരാതെ വേർതിരിച്ചു നിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലേത് എപ്പോൾ തുടങ്ങി എപ്പോൾ ഒടുങ്ങി എന്നതിനെപ്പറ്റി എനിക്കറിയാൻ കഴിഞ്ഞിട്ടില്ല. എങ്ങനെ ഞാൻ മരണത്തിന് കീഴ്പ്പെട്ടു എന്നെനിക്കറിയില്ല. പക്ഷേ എല്ലാത്തിൻ്റെയും തുടക്കം ആ ഡയമണ്ടായിരുന്നു. വേനൽ ചൂടിൻ്റെ മറ്റൊരു പൊള്ളുന്ന അധ്യായത്തിന് തുടക്കമായിരുന്നു അന്ന്. സൂര്യൻ്റെ അഗ്നിപരീക്ഷയെ വെല്ലുവിളിച്ചുകൊണ്ട് കുളിർക്കാറ്റും ആ ചൂടിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്ന പൊടിക്ക് മറയായി അല്പം മഞ്ഞും. ഞങ്ങൾ വെടിക്കുഴിയിലെത്തിയിരുന്നു. അന്നാണ് ഞാൻ ആദ്യമായി ചാൾസിൻ്റെ പേര് കേട്ടത്. ഒരു വിലപ്പെട്ട ഇടപാട് നടക്കാൻ പോകുന്ന വിവരം ഞങ്ങൾ അറിഞ്ഞിരുന്നു. ഇടപാടുകാർ ചാൾസും പിന്നെ ജോൺസൺ എന്ന പേരുള്ള ഒരു പോലീസുകാരനും. ഇടപാട് ഒരു ഡയമണ്ട്. ചാൾസ് ഒറ്റയ്ക്കേ വരൂ എന്നൊരു ഉറപ്പ് ഞങ്ങൾക്കുണ്ടായിരുന്നു. അങ്ങനാണേൽ അവൻ ഒറ്റയ്ക്കും, ഞങ്ങൾ 3 പേരും. ഒരിക്കൽ എൻ്റേത് മാത്രമായിരുന്ന ആ വജ്രം എങ്ങനെ അവരുടെ കയ്യിൽ അകപ്പെട്ടു എന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു കഥയാണ്. പക്ഷേ ആ കഥയ്ക്ക് ഇവിടെ പ്രസക്തിയില്ല. എനിക്കെൻ്റെ വജ്രം തിരികെ നേടണമായിരുന്നു. എന്താ പറ്റിയ? താഴെ ഇറങ്ങി വാ, താഴെ ഇറങ്ങി വാടാ, താഴെ ഇറങ്ങി വാ.
അപ്രതീക്ഷിത അഗാധങ്ങൾ ബാക്കി വയ്ക്കുന്ന ഒരു നോക്കിലോ വാക്കിലോ ഒതുങ്ങാത്ത വലിയൊരു ചോദ്യചിഹ്നം എൻ്റെ ഉള്ളിലും രൂപപ്പെട്ടിരുന്നു. ഞങ്ങൾ എന്തിനു വേട്ടയാടപ്പെട്ടു? ഒരു ഇളം കാറ്റിനെ പോലെ വന്നൊരു കൊടുങ്കാറ്റിൻ്റെ ശക്തിയിൽ എല്ലാം നശിപ്പിച്ചു പോയ ആ ഘാതകനെക്കുറിച്ചുള്ള ചോദ്യങ്ങളുടെ കാർമേഘം എൻ്റെ ഉള്ളിൽ ഉരുണ്ടുകൂടി. നിങ്ങൾക്ക് ശരിക്കും ജീവിക്കണമെങ്കിൽ വേണ്ടത് ജീവിതത്തിനോടടങ്ങാത്ത ആർത്തിയാണ്, ഒരു അന്ധമായ ആസക്തി. അത്തരമൊരു ആസക്തിക്ക് നിങ്ങളുടെ ജീവിതത്തിന് കൂടുതൽ അർത്ഥം നൽകാൻ കഴിയുന്ന ഒരു നിഗൂഢ ശേഷിയുണ്ട്. എൻ്റെ ജീവിതവും വ്യത്യസ്തമല്ലായിരുന്നു. ആ ഡയമണ്ടിൻ്റെ തിളക്കം എൻ്റെ തുരുമ്പ് പിടിച്ച ജീവിതത്തിനൊരു ലക്ഷ്യം നൽകി. പക്ഷേ കാര്യങ്ങൾ വിചാരിച്ച പോലായിരുന്നില്ല. മരണവും മരണാന്തരത്തെക്കുറിച്ച് ആലോചിച്ച് ചലനമറ്റ് കിടക്കുമ്പോഴാണ് ഒരു മോട്ടോർ ബൈക്കിൻ്റെ ശബ്ദം ഞാൻ കേട്ടത്.
ഒറ്റ നോട്ടത്തിൽ തന്നെ അയാളുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാമായിരുന്നു അയാൾ എത്രത്തോളം അസ്വസ്ഥനായിരുന്നു എന്ന്. അയാൾ ആരെയോ ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നു. തമിഴിലായിരുന്നു സംഭാഷണം. അതൊരു പോലീസുകാരനാണെന്ന് എനിക്ക് മനസ്സിലായി. ജോൺസൺ, ചാൾസിൻ്റെ പക്കൽ നിന്നും ഡയമണ്ട് വാങ്ങേണ്ടിരുന്ന ആൾ. അയാൾ സംസാരിക്കുന്നത് കരീം എന്ന ആളോടായിരുന്നു. കരീം അയാളുടെ സുപ്പീരിയർ ഓഫീസറാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കിടന്നിടത്തു നിന്നും ജോൺസന്റെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. ഒടുക്കം എനിക്കത് സാധിച്ചു. ജീവിതത്തിലേക്ക് മടങ്ങാൻ ഏതോ മുൻജന്മ സുഹൃതത്താൽ ലഭിച്ചൊരു ഫ്രീ പാസ്. ജോൺസനെ ഞാൻ ഒരിക്കലും മറക്കില്ല, എൻ്റെ കാവൽ മാലാക. ഫോൺ വെക്കുന്നതിന് മുന്നായി അയാൾ കൊച്ചിയിൽ കണ്ടുമുട്ടുന്നതിനെക്കുറിച്ച് എന്തോ പറയുന്നുണ്ടായി. കൊച്ചി, എൻ്റെ സ്വന്തം നാട്. കരീം സാറിൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ അയാളെ കാണാൻ കൊച്ചിയിലെത്തി. അടുത്ത നീക്കം എന്തായിരിക്കണമെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. എന്നാലും ഞാൻ കരീമിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. நிலமை கையை மீறி போயிட்டு இருக்கு. இப்படியே போச்சுன்னா உன்னை காப்பாற்றுறது ரொம்ப கஷ்டம். சார் ஒன்றும் ஆகாது, தேவையானதெல்லாம் நான் பண்ணிட்டேன். நீ தேவையானதெல்லாம் பண்ணிட்டேன்னு சொல்ற ஒண்ணுமே வேலைக்கால. மேல இருந்து கொடையிறானுங்க. தேவைப்பட்ட நீ கொஞ்ச நாள் கழி சாப்பிடணும். அப்படி ஒரு அவசியம் வராது சார். நீ அவனை 2 காலில் இழுத்துட்டு வரியோ இல்ல 4 பேரை வச்சு தூக்கிட்டு வரியோ அதை பத்தி எனக்கு கவலை கிடையாது. Just get me the fucking diamonds. சார் அவன் ஃபோன் ட்ரேஸ் பண்ணிட்டு தான் இருக்கும் சார், ஆனால் மாட்ட மாட்டேன்றான். அவன் கண்டிப்பாக வெளியே வருவா சார். வைரத்தை அவனாலே அடக்காத்திட்டே இருக்க முடியாது. அவன் அவ்வளோ சப்பன்னு நினைக்கிறியா? அவனுக்கு நம்ம கால் ட்ரேஸ் பண்ணுவோன்னு தெரியாதா? சார் வித் ஆல் டியூ ரெஸ்பெக்ட், அந்த டைமண்ட்ஸ்க்காக நம்ம டிபார்ட்மெண்ட்டில் நிறைய பேர் அவனை பாம்பு மாதிரி கொத்துறதுக்கு சுற்றிட்டு இருக்கான்னு எனக்கு நல்லாவே தெரியும். அவன் யாருக்காவது கண்டிப்பாக ஃபோன் பண்ணுவான். அப்போ நம்ம அவனோட லொக்கேஷன் ட்ரேஸ் பண்ணுறோம். ஃபோன் யூஸ் பண்ணுறதை விட அவனுக்கு வேறு எதுவும் வழி இல்லை சார். ஸோ நீ தேவையானதெல்லாம் பண்ணிட்டேன்னு சொன்னது இதுதானா? அன்ஃபார்ச்சுனேட்லி எஸ் சார். பத்தாது ஜான், மீன் தூண்டலுக்கு வரவெல்லாம் வெயிட் பண்ண முடியாது. நீந்த பிடிக்கணும். ഭാഗ്യം കൊണ്ടായിരുന്നു ജീവൻ നഷ്ടപ്പെടാതിരുന്നത്. ദ ബുള്ളറ്റ് ഹാഡ് നാരോലി മിസ്ഡ് യുവർ സ്കൽ എന്നായിരുന്നു ഡോക്ടർ പറഞ്ഞത്. വിരലിൽ മാത്രം ഒരു ഫ്രാക്ചർ. അതെൻ്റെ വീഴ്ചയുടെ കുഴപ്പമായിരുന്നു. ജോൺസന്റെ ചോദ്യങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലായത് ചാൾസ് അവരെ പറ്റിച്ചു എന്നായിരുന്നു. അതുമാത്രമല്ല, ഞങ്ങൾക്ക് നേരെ കാഞ്ചി വലിച്ചതും അവൻ തന്നെ. ആ ഡയമണ്ട് മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. ആ ഡയമണ്ടിന് പിന്നിൽ ചില പോലീസ് ഉദ്യോഗസ്ഥരുണ്ടെന്നും അവർ ചാൾസിൻ്റെ മൊബൈൽ ഫോൺ ട്രാക്ക് ചെയ്യുന്നുണ്ടെന്നും ഞാൻ എൻ്റെ ഒരു പോലീസ് സുഹൃത്ത് വഴി അറിഞ്ഞു. പോലീസിന് ലഭിച്ചിരുന്ന അതേ വിവരങ്ങൾ എൻ്റെ ആ സുഹൃത്ത് വഴി എനിക്കും രഹസ്യമായി ലഭിച്ചിരുന്നു. ചാൾസ് വെടിക്കുഴിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഇരുവഴികളാകെ മോഹത്തിൻ ചെറുകണികൾ കാലം നെയ്യും കടങ്കാത പോലെ മുന്നിൽ നീളും രാപ്പകലുകൾ പകയുടെ നിഴൽ മറയും ഉള്ളിൽ ചുടുകനലുകൾ നിറയും.
കടങ്കഥ പോലെ മുന്നിൽ നീളും രാപ്പകലുകൾ കണ്ണിൽ പകയുടെ നിഴൽ മറയും ഉള്ളിൽ ചുടുകനലുകൾ നിറയും ഞാൻ മിണ്ടും, നീ മൂളും. മനസ്സിലായോടാ? മൂളാൻ. ഇരിക്കവിടെ. ബാഗ് കഴിക്കുക. നീ ഒറ്റയ്ക്കാണോടാ? അതെ, ഞാനൊരു ട്രെക്കിങ്ങിന് വേണ്ടി വന്നതാണ്. പിന്നെ എങ്ങനെയൊക്കെയോ വഴി തെറ്റി ഇവിടെ എത്തി. മുൻപൊരിക്കലും കാണാത്ത മുഖമായിരുന്നു അവൻ്റെ. തികച്ചും അപരിചിതൻ. അവൻ്റെ വാക്കുകളിൽ എവിടെയോ ചതിയുടെ നിഴൽപ്പാട് മറിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഇത് കരീമിന്റെ മറ്റൊരു കെണിയാണെന്ന് എനിക്ക് തോന്നി. നിന്റെ സാധനങ്ങളെടുത്ത് ബാഗിലിട്. വേഗം ഓട്ടറാ. കാണാവുന്ന രീതിയിൽ ബാഗ് മുന്നോട്ട് പിടിച്ച് നിൽക്ക. നടക്ക്. നടക്കടാ. വേറെ ആരെങ്കിലും ഉണ്ടോടാ നിന്റെ കൂടെ? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒറ്റയ്ക്ക് വന്നതാണ്. മോനെ, ഈ കാട് മുഴുവനും പോലീസ് കാവലിലാണ്. അതും കടന്ന് നീ ഇവിടെ തന്നെ കൃത്യമായിട്ട് എത്തണമെങ്കിൽ വഴിതെറ്റി വന്നവനല്ല നീ. നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ തട്ടാനോ തട്ടിയെടുക്കാനോ വന്നവനല്ല ഞാൻ. കൂടുതൽ വാചകം ഓടിക്കാതെ നടക്കടാ. നിന്റെ കൂടെ ആരും ഇല്ലെന്നല്ലേ പറഞ്ഞത്? അതെ. അന്തമില്ലാത്ത ചോദ്യങ്ങളുടെ പ്രളയത്തിനിടയിലാണ് ഞാൻ ആ നിഴലനക്കം കണ്ടത്. എന്റെ ഊഹം തെറ്റിയില്ല. ജോൺസൺ എത്തിയിരുന്നു. എന്തുകൊണ്ട് കരീം എന്നെ ചതിച്ചു? എന്റെ മനസ്സിൽ അവശേഷിച്ച മറ്റൊരു ചോദ്യം. ജോൺസൺ രവി പ്രകാശ്. എത്ര നാളാടാ ജോൺസാ നിന്നെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ടെന്നറിയാവോ? വെറും 3 ആഴ്ച കൊണ്ട് ഞാൻ ഈ കാടങ്ങം മടുത്ത്. ഇനി നീ തന്നെ ശരണം എൻ്റെ ജോൺസോ. ഞാൻ അറിഞ്ഞോണ്ട് തന്നെയാടാ ആ ഫോൺ ചെയ്ത്. കരീമ ഡയമണ്ടിന് വേണ്ടി എന്തും ചെയ്യുമെന്ന് എനിക്കറിയാം ജോൺസാ. എടാ, ഒരു വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം. അങ്ങനാടാ ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞവന്മാര്. അല്ലാതെ പിന്നാമ്പുറത്തോടെ പന്തം കൊളുത്താൻ നിന്ന് കത്തിക്ക് ഞാൻ എല്ലാത്തിനെയും. ചാൾസേ, നീ വിചാരിക്കുന്ന മാതിരി എല്ലാ കാര്യങ്ങൾ അല്ലടാ. ഞാൻ വിചാരിച്ച പോലെ തന്നെടാ നിന്നെയും
ആ നായിന്റെ മുൻ കരീമിനെ വിശ്വസിച്ചാടാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. എന്നെ കൊണ്ട് സാധിക്കാവുന്നതല്ല സാധിച്ച് എന്നെ കൊന്നൊടുക്കാന്ന് കരുതിയല്ലടാ. നീ ഞങ്ങളെ ചതിച്ച്, എന്നിട്ട് നിരപരാധികളെ രണ്ടുപേരെയും കൊന്ന് നീ സാധനം കൊണ്ട് കടന്നു കളഞ്ഞ്. രണ്ടല്ലടാ, കരീമിന്റെ 3 വാലാട്ടി പട്ടികളെയാടാ ഞാൻ കൊന്നത്. നോൺസെൻസ്. ജയിലിന്റെ പടിഞ്ഞാറേ ഭാഗത്ത് വെച്ച് കണ്ടുമുട്ടാന്നായിരുന്നല്ലോ നമ്മൾ ഏറ്റിരുന്നത്. എന്നിട്ട് നീയാണ് കാലുമാറിയത്. ഇവിടെ വിട്ട് നിനക്ക് എങ്ങോട്ടും പോകാനില്ല ചാൾസേ. ഈ കാട് മൊത്തം പോലീസ് വലയത്തിലാ. പക്ഷെ നീ ആ ഡയമണ്ട് എനിക്ക് തന്ന നിന്നെ ഞാൻ ഭദ്രമായി നാടുകടത്താം. ഞാനൊരു ഐഡിയ പറയാം. എൻ്റെ കയ്യിൽ തോക്കുണ്ട്, നിന്റെ കയ്യിൽ വണ്ടി. ഞാൻ ഈ തോക്ക് ചൂണ്ടുന്നു, നീ വണ്ടി എടുക്കുന്നു. നേരം വെളുക്കും മുമ്പേ നമ്മൾ ബോർഡർ കടക്കുന്നു. എന്തു പറയുന്നു? കൊള്ളാം, നല്ല പ്ലാൻ. ഏതാ ഇവൻ? ഒന്നെങ്കിൽ ജോൺസന്റെ തിരക്കഥയിൽ ജനിച്ചൊരു പുതിയ കഥാപാത്രം, അല്ലെങ്കിൽ ഡയമണ്ടിന്റെ വിവരം കിട്ടിയ മൂന്നാമതൊരാൾ. എന്റെ മുൻപിൽ നിൽക്കുന്നത് ഇതിലാരുമാകാം. എന്റെ ഡയമണ്ട് അടിച്ചു മാറ്റി എന്റെ കൂട്ടുകാരൻ കൊണ്ട് എന്റെ ജീവനം നശിപ്പിച്ച് നീയൊക്കെ കൂടി ഇവിടെ അടിയിടുന്നോടാ. എന്ത് മൈരനാടാ നീയൊക്കെ അടിയിടുന്നേ? ആ ഡയമണ്ട് അതെന്റെയാണ്, എന്റേത് മാത്രം. 1 വർഷം കൊണ്ട് എനിക്കുണ്ടായിട്ടുള്ള നഷ്ടങ്ങളെ കുറിച്ച് നിനക്കൊന്ന് ഊഹിക്കാൻ കഴിയില്ലടാ. എന്റെ ജീവൻ പണയപ്പെടുത്തി ഞാൻ കടത്തിയതാണ് ആ ഡയമണ്ട്. നഷ്ടപ്പെട്ടത് എന്റെ പണം, എന്റെ കൂട്ടുകാർ, എന്റെ ചോര. ഡയമണ്ട് കൊണ്ടേ ഞാൻ പോവൂ. നീ പറഞ്ഞില്ലേ കരീമിന്റെ 3 വാലാട്ടി പട്ടികളെന്ന്? ഇവനാ മൂന്നാമൻ. അന്ന് അക്കൂട്ടത്തിൽ ഇവൻ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. ചൂണ്ടിക്കൊണ്ട് നിക്കത്തേ ഉള്ളൂ. ആ കാഞ്ചി ഒന്ന് വലിക്കാൻ വിറയ്ക്കും നിന്റെയൊക്കെ കൈ. ഇല്ലടാ, നിന്നെയൊക്കെ അന്വേഷിച്ച് ഇവിടം വരെ വരാമെങ്കിൽ അതും കൊണ്ടേ ഞാൻ പോവൂ. എടുത്തോ എടുത്തോ. ചാൾസിന് ആ ഡയമണ്ട് ഒന്നും വേണ്ട, ഞാനതങ്ങ് വിട്ടു തന്നേക്കാം. പക്ഷേ നിങ്ങളിൽ ഒരാൾക്ക് മാത്രം. ഒരാൾക്ക്.
ഡയമണ്ട് എവിടെടാ? എടാ ഡയമണ്ട് എവിടെ? ചാൾസിന്റെ ചിരിയിൽ എന്തോ അപാകതയുണ്ടായിരുന്നു. വരാനിരിക്കുന്ന ഏതോ ആപത്ത് അവൻ മുൻകൂട്ടി കണ്ടിരുന്നു. ആഗ്രഹിച്ച തുടക്കം കാണും മുമ്പേ ആഗ്രഹിക്കാതെ ഒരു ഒടുക്കത്തിലേക്കുള്ള മടങ്ങിപ്പോക്ക്. നീലാകാശത്തിന് കീഴെ വിസ്മയിച്ച് കിടക്കുമ്പോഴും എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല വരാനിരുന്ന ആ ആപത്ത് ജോൺസൺ ആയിരിക്കുമെന്ന്. ജോൺസന്റെ വരവോടുകൂടി ചാൾസിന്റെ ചിരിയും നിന്നു. എന്റെ കാഴ്ച മങ്ങിത്തുടങ്ങി. എല്ലാം അവസാനിച്ചു. ജോൺസൺ എൻ്റെ ജീവിതം വീണ്ടും തിരുത്തി എഴുതാൻ സഹായിച്ച എൻ്റെ കാവൽ മാലാക തന്നെ അതിന് പൂർണ്ണ വിരാമവും ഇട്ടു. എല്ലാം ഈ ഒരു കല്ലിന് വേണ്ടി. എന്നാലും ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത് ആ വൈരം ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിലുള്ള സീമകൾ ലംഘിച്ച് ഒടുക്കം എനിക്ക് സ്വന്തമായി എന്നാണ്. അത് സത്യമാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നതുമില്ല. ചാൾസും ഡയമണ്ടും തമ്മിലുള്ള ബന്ധം ഇപ്പോഴും ഒരു വലിയ ചോദ്യചിഹ്നമായി എന്നിൽ അവശേഷിക്കുന്നു. എല്ലാം അവസാനിച്ചിട്ടും അവൻ്റെ സാന്നിധ്യം ഞാൻ ഇവിടെയും കണ്ടിരുന്നു.